രാഹുൽ ഗാന്ധിയെ കണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തര നീക്കത്തിലേക്ക് കടക്കുകയാണ്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിടാതെ പിന്തുടർന്നുകൊണ്ട് വേട്ടയാടുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി. പലപ്പോഴും കേന്ദ്രത്തിന്റെ ഒത്താശയ്ക്കനുസരിച്ച് മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുന്നത് എന്ന തരത്തിൽ രൂക്ഷമായ വിമർശനം തന്നെ രാഹുൽ ഗാന്ധിയും ജയറാം രമേശും ഒക്കെ നടത്തിയതിന് പിന്നാലെയാണ് മറ്റു സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുൻപ് 28,000 രാഷ്ട്രീയ പ്രതിനിധികളെ കാണുന്നതിനോടൊപ്പം തന്നെ സർവകക്ഷികളുടെയും യോഗം ചേർന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയെയും കാണുന്നത്. ഇവിടെ എങ്ങനെ വോട്ടിംഗ് കൃത്യമാക്കണം എന്നതിനെ നോക്കിക്കാണുന്നതിന്റെ തരത്തിൽ വലിയ അഴിച്ചുപണിയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നിരിക്കുകയാണ്. ഇവിടെ 18 മാറ്റങ്ങളാണ് കമ്മീഷൻ ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഒരു പോളിംഗ് സ്റ്റേഷനിൽ പരമാവധി വോട്ടർമാരുടെ എണ്ണം 1200 പരിമിതപ്പെടുത്തി. കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ പോളിംഗ് ബൂത്തുകൾ സ്ഥാപിക്കും. ഇലക്ട്രൽ റോൾ അപ്ഡേറ്റിനായി RGI ഡാറ്റാബേസിൽ നിന്ന് ലഭിക്കുന്ന മരണ രജിസ്ട്രേഷൻ ഡേറ്റ പരിശോധനകൾക്കു ശേഷം അപ്ഡേറ്റ് ചെയ്യാനും തീരുമാനമായി. വോട്ടർ വിവര സ്ലിപ്പുകൾ കൂടുതൽ വോട്ടർ സൗഹാർദ്ദമാക്കുന്നതിന്റെ ഭാഗമായി വോട്ടറുടെ സീരിയൽ നമ്പറും പാർട്ട് നമ്പറും കൂടുതൽ പ്രാധാന്യത്തോടെ പ്രദർശിപ്പിക്കും. അതേസമയം CEO, DEO, ERO തലത്തിൽ ഇന്ത്യ മുഴുവൻ 4719 സർവകക്ഷി യോഗങ്ങളാണ് നടത്തിയത്. 28,000 രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തിരുന്നു. AAP, BJP, BSP, CPIM, NCP തുടങ്ങിയ ദേശീയ സംസ്ഥാന രാഷ്ട്രീയ പാർട്ടികളുടെ തലവന്മാരുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടിക്കാഴ്ചയും നടത്തി. ബീഹാർ, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർക്കുള്ള ശേഷി വികസന പരിപാടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘടിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന തരത്തിൽ പുതിയ സംയോജിത ഡാഷ്ബോർഡ് അഥവാ ECNet ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് EPIC നമ്പർ പ്രശ്നം പരിഹരിക്കുകയും ഏകീകൃത EPIC നമ്പറുകൾക്കായി പുതിയ സംവിധാനവും കൊണ്ടുവന്നിട്ടുണ്ട്. അതേസമയം വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനും 28 അംഗങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. വോട്ടർ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടികൾ, സ്ഥാനാർത്ഥികൾ തുടങ്ങിയവരായി അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അംഗങ്ങളായിട്ടുള്ളവർക്ക് കമ്മീഷന്റെ നിയമനങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കി പരിശീലന അവതരണങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. BLOമാർക്ക് സ്റ്റാൻഡേർഡ് ഫോട്ടോ ID കാർഡ് ലഭിക്കും. ശേഷി വികസന പരിപാടികൾക്ക് 3000 ബൂത്ത് ലെവൽ സൂപ്പർവൈസർമാർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശീലനവും നൽകിയിട്ടുണ്ട്. എന്താണെങ്കിലും വലിയ മാറ്റത്തിലേക്കാണ് ഇതുവഴി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഒരുക്കമിട്ടിരിക്കുന്നത്.